നമസ്കാരം. പോടാ പുല്ലേ പോലീസെ, കാക്കിയിട്ടൊരു ഗുണ്ടകളെ, കാക്കിയിട്ട തെമ്മാടികളെ, പിണറായിയുടെ തെമ്മാടികളെ, ഞങ്ങളിലൊന്നിനെ തൊട്ടെന്നാൽ ഇവിടെ ഒരു പുല്ലും നടക്കൂല. കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ നിയമം ഞങ്ങൾ പാലിക്കും. കാക്കിക്കുള്ളിൽ CPM എങ്കിൽ പോടാ പുല്ലേ പോലീസെ, പിണറായിയുടെ പോലീസെ. ഇതാണ് ഇന്നലെ തിരുവനന്തപുരം നഗരത്തിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം. കൊള്ളാമല്ലേ? കേട്ടിരിക്കാൻ നല്ല രസമുള്ള മുദ്രാവാക്യങ്ങൾ. എനിക്കങ്ങനെയാ തോന്നിയത്. പിന്നെ ഇതാരായി ഈ മുദ്രാവാക്യം വിളിച്ചതെന്ന് അറിയണ്ടേ? അതറിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും ഈ വിളിച്ചവർക്ക് വട്ടാണോ എന്ന്. എനിക്കങ്ങനെയാ തോന്നിയത്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ മഹിളാ മോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഈ മുദ്രാവാക്യം വിളിച്ചത് വേറെ ആരുമല്ല, മുൻ DGPയും IPSകാരിയും തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം വാർഡ് കൗൺസിലറുമായ R. ശ്രീലേഖയാണ്. വെറുമൊരു ശ്രീലേഖയല്ല, മുൻ DGPയും IPSകാരിയും പോലീസിനെ നയിച്ചവരും ഇപ്പോഴും പോലീസിന്റെ പെൻഷൻ വാങ്ങി അരി വാങ്ങി കഴിക്കുന്നവരുമാണ്. അവരാണ് ഇന്നലെ വരെ ഇട്ടിരുന്ന യൂണിഫോമിനെ വരെ പുച്ഛിച്ച് ഈ വിളിച്ചത്. മാത്രമല്ല, ജലപീരങ്കിയും പോലീസ് ബാരിക്കേഡ് തകർക്കലും തുടങ്ങി പോലീസുമായുള്ള ഉന്തും തള്ളലും വരെ ഉണ്ടാക്കി. നെട്ടയത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ BJP CPM സംഘർഷത്തിൽ അറസ്റ്റിലായ BJP പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നായിരുന്നു ശ്രീലേഖയുടെ ആവശ്യം. പോലീസ് സേനയിൽ 1-2 അല്ല 33 വർഷവും 5 മാസവും സേവനമനുഷ്ഠിച്ച് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഡയറക്ടർ ജനറലായി 2020 ഡിസംബർ 31 ശ്രീലേഖ യൂണിഫോം അഴിച്ചുവെച്ചത്. പിന്നീട് അവർ BJPയിൽ ചേരുകയും BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു. കഴിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ശാസ്തമംഗലം വാർഡ് കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ശ്രീലേഖ തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാക്കുമെന്ന ഉറപ്പിലാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്, അല്ലാതെ വെറുതെ അല്ല. എന്നാൽ അവസാന നിമിഷം മേയർ പദവി കൊടുത്തില്ല. ഇതിനെപ്പറ്റി അന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടിയുണ്ട്. അതാണ് മാസ് മറുപടി. പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടാൻ പറ്റില്ലല്ലോ എന്ന്. മേയറാക്കുമെന്ന ഉറപ്പിലാണ് മത്സരിച്ചത്. തന്നെ ജയിപ്പിച്ച ആളുകളുണ്ട്, അവരോട് തനിക്ക് ആത്മാർത്ഥതയും കൂറുമുണ്ട്. അതുകൊണ്ടാണ് 5 വർഷത്തേക്ക് കൗൺസിലറായി തുടരാൻ തീരുമാനിച്ചതെന്ന്. വേണം മാഡം, കൂറ് വേണം. പക്ഷേ നിങ്ങൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇന്ന് 3.25 ദിവസമേ ആയുള്ളൂ നിങ്ങൾ കാക്കിയിൽ നിന്ന് കാവിയിലേക്ക് മാറിയിട്ട്. അതിനു മുമ്പ് നീണ്ട 33 വർഷവും 5 മാസവും നിങ്ങൾ കാക്കിയിലായിരുന്നു, കാക്കിക്കുള്ളിലായിരുന്നു. രാഷ്ട്രീയമാകാം, എന്നാൽ അത് സ്ഥിരതയുള്ള ഒന്നല്ലെന്ന് ഓർക്കണം. അവിടെ പല പദവികളും നിങ്ങളെ തേടിയെത്തും, എന്നാൽ അതിന് ആയുസ് കുറവാണ്. ഏത് നിമിഷവും നഷ്ടമാകാം. മാത്രമല്ല, വന്ന വഴികളും മറക്കരുത്. കേരള പോലീസിന്റെ കാക്കി അത് നിങ്ങളുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ്, നിങ്ങളുടെ IPSന്റെ ഫലമാണ്, നിങ്ങളുടെ അന്നമാണ്. അതിനെയാണ് ഒരു നിമിഷത്തെ രാഷ്ട്രീയ ലാഭത്തിനായി നിങ്ങൾ തള്ളിപ്പറഞ്ഞത്. നിങ്ങൾക്ക് ആവേശം മൂത്തപ്പം നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞായിരിക്കാം. സ്വന്തം കുടുംബത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് പരിഹസിച്ചത് ഒട്ടും ശരിയായില്ല. മലർന്നു കിടന്ന് തുപ്പരുത്. സർവീസിലില്ലെങ്കിലും DGP എന്ന പദവി അലങ്കരിച്ച ഒരു വ്യക്തിക്ക് ചേർന്നതല്ല ഈ വായാടിത്തം. നിങ്ങളെപ്പോലെ വേറെയും IPSകാരും മുൻ DGPമാരൊക്കെ ഒടുവിൽ വേറെ എങ്ങും പോകാനൊക്കാതെ BJP വന്ന് ചേർന്നിട്ടുണ്ട്. BJP ഇവരുടെയൊക്കെ ഒരു കൂടാരമാണല്ലോ. അവരാരെങ്കിലും ഇതുപോലെ ഇറങ്ങി ഇതുപോലുള്ള മുദ്രാവാക്യം വിളിച്ച് തെരുവിൽ നടക്കുന്നുണ്ടോ? ഇപ്പോഴും പോലീസിന്റെ പെൻഷൻ വാങ്ങിയാണ് നിങ്ങൾ അന്നം കഴിക്കുന്നത്. ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മരണം വരെയും ആ കാക്കിയോട് നിങ്ങൾക്ക് കടമയും കൂറും ഉണ്ടായിരിക്കണം. അല്ലാതെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം തലം മറന്ന് എണ്ണ തേക്കരുതെന്നേ പറയാനുള്ളൂ. ശ്രീലേഖയോട് രാഷ്ട്രീയമായോ വ്യക്തിപരമായോ എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ നിങ്ങളിന്ന് വെറും ഒരു ശ്രീലേഖയാണ്. നിങ്ങൾ IPSകാരി അല്ല, നിങ്ങൾ DGP അല്ല, നിങ്ങൾക്ക് കാക്കി കുപ്പായമില്ല, ഒന്നുമില്ല. നിങ്ങളൊരു പാർട്ടി പ്രവർത്തക, BJPയുടെ പ്രവർത്തകയായ ഒരു
വാർഡ് കൗൺസിലർ, നിങ്ങൾ വെറും ശ്രീരേഖ. പക്ഷേ നിങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ പെരുമാറ്റം കണ്ടപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരുടെ കയ്യിലെ നികുതിപ്പണം ശമ്പളമായും പെൻഷനായും കൈപ്പറ്റുന്ന ഒരാളെന്ന നിലയിൽ ഇത്രയും പറയാതെ വയ്യ. അതുകൊണ്ടാണ് ആർത്തിമൂത്ത് ചോദിച്ചത് വട്ടായോ എന്ന്.